ഹലോ വെൽക്കം ടു റിട്ടേൺ ഓഫ് ദ മാൻഹ സെറ്റ് മാൻവ. അവനെ ട്രെയിനിങ് മെത്തേഡ് മാറ്റണം എന്നോ? നമ്മൾ എന്തിനാണ് ഈ രാത്രി ഇവിടെ വിളിച്ചു വരുത്തേക്കുന്നത്? ഇത് പണ്ടത്തേക്കാളും പാടാകും. എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. എല്ലാവരും എത്തിയോ? അതെ, ഞാൻ നിങ്ങളെ റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് എല്ലാവരെയും വിളിച്ചു വരുത്തി. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യാൻ പോകുന്നത്? MC ആണെങ്കിൽ കയ്യിരുന്ന ആ വാളൊന്ന് വീശിയിട്ട് അത് റിയൽ ആയിട്ടുള്ള സോഡ് അല്ലേ, അവൻ എന്ത് ചെയ്യാൻ പോവാണ്? പുതിയ ട്രെയിനിങ് മെത്തേഡ് പറയുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും ഒരിക്കലെങ്കിലും മരണം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അവൻ എന്തോ വട്ടാണ് ഈ പറയുന്നത്. തോൽക്കുന്നതിനേക്കാളും ഭേദം നമ്മുടെ മരണം കാണുന്നതല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരെയും യൂണിവേഴ്സിറ്റിന്റെ മുമ്പിൽ തോൽക്കാൻ അനുവദിക്കില്ല. പക്ഷേ സീനിയർ ബ്രദർ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജയിക്കാൻ പറ്റും. അല്ല, നിങ്ങൾ ഉറപ്പായിട്ടും ജയിക്കണം. ഞാൻ നിങ്ങളെ ജയിപ്പിക്കും. ശരി, നിനക്കങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യാം. പക്ഷെ നീ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ മരണവും എക്സ്പീരിയൻസ് ചെയ്യണമെന്നോ? ആദ്യത്തെ ആൾക്കാരെ മുന്നോട്ട് വരിക. ഇങ്ങോട്ട് നോക്കി ഇപ്പം ആരും തയ്യാറായില്ല. ലാസ്റ്റ് ബാക്കി വന്നതാണെങ്കിൽ ജോലു. അവർക്ക് ഒരു കോംപ്രമൈസും ഇല്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ശരി, നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആണ് അല്ലേ? അതെ. കേട്ട് കഴിഞ്ഞാൽ ഇത് സ്ട്രേഞ്ച് ആയിട്ട് തോന്നും, പക്ഷെ നിങ്ങൾ ഇപ്പോൾ തന്നെ നല്ല സ്ട്രോങ്ങർ ആണ്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും നാളും ചെയ്ത ട്രെയിനിങ് വെറുതെ അല്ലെന്ന്. പക്ഷെ നീ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയായിട്ട് ജയിക്കാൻ ഒരു വഴിയില്ലെന്ന്? അത് ശരിയാണ്. അപ്പൊ ഞങ്ങള് സ്ട്രോങ്ങർ ആണോ വേണ്ടയോ? അപ്പോൾ സോംബാഗ്ലിനെ അവിടുത്തെ വൺ ഓഫ് സ്ട്രോങ്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവർ പണ്ടത്തേക്കാൾ അത്ര മാറ്റമൊന്നും ആയിട്ടില്ല. അവർ ജയിക്കുന്ന അത്ര ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്തായാലും യോങ്ജോന് അല്പം ലാക്ക് അവന്റെ സൈഡ് വേണം ഇതിന്. പക്ഷെ ബാക്കിയുള്ളവർ എന്തായാലും തോൽക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും മിറാക്കിൾ സംഭവിക്കണം. അല്ല, ശരിക്കും പറഞ്ഞാൽ ഇനിയൊരു മിറാക്കിൾ സംഭവിച്ചാൽ തന്നെ അവർ ജയിക്കും തോന്നുന്നില്ല. നിങ്ങൾ എല്ലാവരും തോൽക്കും എന്ന് പറയാൻ കാരണം നിങ്ങൾ വീക്ക് ആയതുകൊണ്ടല്ല. നിങ്ങളുടെ ബോഡി ശരിക്കും ആവശ്യത്തിന് ട്രെയിൻ ചെയ്തു, പക്ഷെ നിങ്ങളെ പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും ആക്ട് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ തന്നെ പെരുമാറുവാ നീ പറയുന്നത്? ഞങ്ങൾ ചെയ്തതിൽ എന്താ തെറ്റുണ്ടെന്നോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ സോഡ് ലേൺ ചെയ്തതിന്റെ കാരണം? അതിന് കാരണം സെറ്റിലാണെങ്കിൽ ഒരേ ഒരു ആൻസർ എന്ന് പറയുന്നത് ബോഡി കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് സോഡ് വഴി മാത്രമേ ഉള്ളൂ. ഒരു ടോസ്റ്റ് സെറ്റിൽ ഒരു സോഡ് ലെയിൻ ചെയ്യാൻ കാരണം എലൈൻമെന്റ് റീച്ച് ചെയ്യാൻ വേണ്ടിയാണ്. എന്തായാലും ആ ആൻസർ അല്ല ഇവൻ നോക്കി നടത്തുന്നത്. നമ്മുടെ ഓപ്പണന്റിനെതിരെ ജയിക്കാൻ വേണ്ടി. ശരിക്കും ഒരു ടോസിന് ചേരാത്ത ആൻസർ, ഒരു ഡാർക്ക് ഫാഷന് ചേരുന്ന നല്ലൊരു ആൻസർ തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ സാധാരണ ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു. ഈ പകുതി കറക്റ്റാണ്. നമ്മൾ ഇത് ജയിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ശരി, എന്തായാലും നീ സോഡ് ഉപയോഗിച്ച് ജയിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് എനിക്ക് സ്ട്രോങ് ആവണം. അതെ, നീ നിന്റെ ഓപ്പണിനേക്കാളും സ്ട്രോങ്ങർ ആണെങ്കിൽ നീ ജയിക്കും. പക്ഷേ ഇതിനർത്ഥം കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആണ്. നീ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വാള് ജോഗിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, ഇത് സിമ്പിൾ ആണ്. ഞാൻ നിന്റെ അപ്പം സ്പാർ ചെയ്യാൻ പോവാണ്. നീ നിന്റെ കയ്യിലുള്ള സകലതും ഉപയോഗിച്ചു. ഞാൻ എന്റെ സോഡ് താഴേക്ക് മാത്രമാണ് സ്വിം ചെയ്യുള്ളൂ. ഈ താഴേക്ക് മാത്രം സ്വിം ചെയ്യുള്ളൂ എന്നോ? എനിക്കറിയാം അവനുമായിട്ട് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. പക്ഷെ ഇവൻ താഴേക്ക് മാത്രമാണ് സ്വിം ചെയ്യുന്നെങ്കിൽ അപ്പോൾ ഒരു ചാൻസ് ഉണ്ടെന്ന് അർത്ഥം. നീ യഥാർത്ഥ സോഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അറിയാം, ഞാൻ ഇവിടെ കുറച്ച് ജാഗ്രത പാലിക്കുകയാണെന്ന്. പക്ഷേ നീ എന്നെ കട്ട് ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഉറപ്പായിട്ടും. അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് ആൻസർ പറയാത്തത്? അവൻ പറയുന്നില്ല അവൻ എന്നെ ശരിക്കും വാള് വെച്ച് കട്ട് ചെയ്യുമെന്ന്. അവന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ കാണുമായിരിക്കും. ഞാൻ എനിക്ക് തുടങ്ങട്ടെ ഇതാ. കണ്ടിട്ട് നിനക്കൊരു കോൺഫിഡൻസ് ഉള്ളവരുണ്ടല്ലോ. ഞാനെന്തായാലും ഇത്രയും നാളും നല്ലപോലെ ട്രെയിൻ ചെയ്തിരുന്നല്ലോ. കോൺഫിഡൻസ് അല്ലേ? ജെൻസ് നോക്കുമ്പോൾ ജോഗുലിന്റെ കൈ വിറയ്ക്കുന്നു. നല്ലത്, ഞാൻ വരുന്നു, ശ്രദ്ധിക്കൂ. പറഞ്ഞ ജോഗുലാണെങ്കിൽ MC-നെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ജോഗുലാണ് മനസ്സിൽ ഓർക്കുകയാണ് MC എന്തൊക്കെ ജോഗുലിനെ ചെയ്തു എന്നൊക്കെ. എന്നിട്ട് പറയുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ MC-നെ അറ്റാക്ക് ചെയ്തപ്പോ തന്നെ MC ആണെങ്കിൽ അത് ഡേർജ് ചെയ്തു. പറഞ്ഞു ഇത് അറിഞ്ഞോണ്ടല്ലെന്ന്. പക്ഷേ എന്നിട്ട് ജോഗുലാണ് വീണ്ടും ഒരു അറ്റാക്ക് ചെയ്യാൻ പോകുന്നു MC-നെ. മേജർ സ്റ്റെപ്പ്, ഫാളിംഗ് പെറ്റൽസ് ഔട്ട്. അവൻ അരിസ മേജർ സ്റ്റെപ്പ് ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഫാളിംഗ് പെറ്റൽസ് ഔട്ട് ഉപയോഗിക്കുന്നു. ഈ കോമ്പിനേഷൻ നല്ലതാണ്. പിന്നെ ഉറപ്പായിട്ടും ടാലന്റഡ് ആണ്. എന്തോ ഒരു ടാലന്റ് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും സോംബാഗ്ലിനെ അടുത്തെത്തും. എന്നിരുന്നാലും ഇതൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് MC ജോഗുലിന്റെ അറ്റാക്ക് ഒക്കെ ഡോജ് ചെയ്യുന്നത്. കണ്ടിട്ട് സീനിയർ ജോഗുലാണെങ്കിൽ അവനെ കോർണറിലേക്ക് സൈഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. അവൻ പ്രതീക്ഷയെക്കാളും നല്ലതായിട്ട് ചെയ്യുന്നത് അല്ലേ? അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. കാണുമ്പോൾ അവൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നും. പക്ഷെ ഇതുവരെയായിട്ടും ഒരു അറ്റാക്ക് പോകുമ്പോൾ അവന്റെ മേത്ത് കൊണ്ടിട്ടില്ല. ഷൂമിങ് എന്തായാലും ഇതുവരെയായിട്ടും ഒരു സ്പെഷ്യൽ മൂവ്മെന്റോ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടില്ല. അവന്റെ റൈറ്റ് ഡയറക്ഷനിലെ കറക്റ്റ് മൂവ്സ് ചെയ്താണ് അതെല്ലാം ഡോജ് ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം ഇവന് സാധിക്കുന്നത് ജോബിലിന്റെ മൂവ്സ് എല്ലാം കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഷൂമിങ് ഇവിടെ വന്നിട്ട് ഏതാണ്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ അവൻ ആരുമായിട്ട് സ്പാർ ചെയ്യുന്നത് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ട് അവൻ ഒരു എല്ലാ സ്രാഷും അറ്റാക്ക് ചെയ്യാതെ ഡോജ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ആ ജോബിലിന്റെയും ഷൂമിങ്ങിന്റെയും സ്ട്രെങ്ത്തിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനാണ് ജോബിലുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ അവന്റെ എത്രയൊക്കെ മൂവ് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. 1 ഇഞ്ച്, എന്റെ സ്ലാഷിന്റെ ഏതാണ്ട് 1 ഇഞ്ച് മാത്രമായിട്ടാണ് ഡോജ് ചെയ്യുന്നത്. കണ്ടിട്ട് അവൻ എന്റെ മൂവ്സ് എല്ലാം നേരത്തെ തന്നെ മനസ്സിലായ പോലെ. ഞാൻ എന്ത് ചെയ്യും? ഞാൻ മരിക്കാറാകുന്ന പോലെയൊക്കെ ട്രെയിൻ ചെയ്തു. ഞാൻ ഓർത്തു ഞാൻ ഇമ്പ്രൂവ് ആയിരുന്നു. പക്ഷെ എത്ര മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒരിക്കലും ഇല്ല. ഇത് ഇമ്പോസിബിൾ ആണ്. ഇതും പറഞ്ഞ നമ്മുടെ ജോഗുലിന്റെ സോഡയിലാണ് ഫുള്ള് സോഡ് ക്യൂ കവർ ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് എല്ലാരും ഞെട്ടിരിക്കുകയാണ്. സോഡ് ക്യൂ സീനിയർ പറഞ്ഞ ജോഗുലിന് സോഡ് ക്യൂ ഉപയോഗിക്കാൻ അറിയോ? അതുകൊണ്ട് ജോഗുലാണ് നേരെ MC അടുത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ MC ആണ് അതും സൈഡിലേക്ക് മാറി ഡോഡ്ജ് ചെയ്യുന്നു. പക്ഷെ ജോഗുലിന്റെ ആ അറ്റാക്കിന്റെ ഇമ്പാക്റ്റിലാണെങ്കിൽ
അവിടുത്തെ ആ സ്ഥലമൊക്കെ ആണെങ്കിൽ ബ്രേക്ക് ആവും. എന്നിട്ട് ജോഗുലാണ് മേലിലേക്ക് ഒന്ന് നോക്കിയപ്പം നമ്മുടെ MC ഇതാണ് എന്നും പറഞ്ഞ് നമ്മുടെ MC ആണെങ്കിൽ ജോഗുലിനെ അറ്റാക്ക് ചെയ്യുന്നു. ജോഗുലിന് നേരെ ആ വാള് മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ MC ആണ് അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് വിറച്ച ജോഗുലും അവിടെ ഇരുന്ന് പോകുന്നു. എങ്ങനെയുണ്ട് ആ മരിക്കാറാവുന്ന ഫീൽ? എങ്ങനെയുണ്ട്? നീക്ക് ഭ്രാന്താണ്. ശരി സീനിയർ ബ്രദർ, കുറച്ചു നേരം വിശ്രമിക്കും. എന്നിട്ട് MC തിരിഞ്ഞു നോക്കിയിട്ട് അടുത്ത് അവിടെ എല്ലാരും തമ്മിൽ അങ്ങോട്ട് പറയുന്നു. ജോങ്കോക്ക്, എനിക്ക് തോന്നുന്നു അവൻ നിന്നോടാ പറയുന്നത്. അല്ല, അവൻ നിങ്ങളെയാണ് വിളിക്കുന്നത് സീനിയർ ബ്രദർ. MC സീനിയർ ബ്രദർ, ഒരു നിമിഷം ആലോചിച്ച് നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളിപ്പോ എന്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് MC ആണെങ്കിൽ അവരെ അടുത്തേക്ക് പോകുന്നു. എന്ത് ഇവിടെ വരാനോ? എന്നിട്ട് അവിടെയുള്ള എല്ലാരും നിലവിളിക്കുന്നു. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ഡിസിപ്പിൾസ് എല്ലാം അവിടെ തളർന്ന അവസ്ഥയായിട്ട് കിടക്കുന്നതാണ്. അവിടെ നമ്മുടെ MC-യും ജോബിലും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റാത്തത്? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഡൗൺവേർഡ് ആയിട്ട് വാള് സ്വിങ് ചെയ്യുള്ളൂ. അവിടെ നമ്മുടെ ജോബിൽ ദേഷ്യത്തോടെ പറയുന്നു, നിന്റെ അറ്റാക്ക് അറിയാമെങ്കിലും അത് ഫാസ്റ്റും സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, എന്നിട്ട് എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്തത്? എന്നിട്ട് നമ്മുടെ MC ആണെങ്കിൽ താഴേക്ക് വാൾ ഒറ്റ വീശും. ഇത് സിമ്പിൾ അല്ലേ? അപ്പോൾ ജോബിൽ, ഇതാണോ നീ ഉപയോഗിച്ചത്? പക്ഷെ ഇത് കുറച്ച് മുമ്പത്തേക്കാളും വളരെ ഫാസ്റ്റ് ആണല്ലോ. നീ സ്ട്രൈക്ക് അത്ര കാര്യമായിട്ടല്ലേ ചെയ്തേ? അത് സാധാരണമാണ് നിനക്ക് അങ്ങനെ തോന്നാൻ. അകലെ നിന്ന് കാണുന്ന സൗണ്ടും നിന്റെ നേരെ വരുന്ന സൗണ്ടും ഡിഫറെന്റ് ആയിട്ടേ തോന്നുള്ളൂ. അതിനർത്ഥം ഞാൻ ഈ ചെയ്തത് ആർക്കും ചെയ്യാം. അതിനാദ്യമായിട്ട് നിന്റെ ലോവർ ബോഡി ഗ്രൗണ്ടിൽ സ്റ്റഡി ആയിരിക്കണം. അതിനുശേഷം ഈ സ്ട്രെങ്ത് നീ കൈകളിലൂടെ റിലീസ് ചെയ്യണം. ഇതും പറഞ്ഞ നമ്മുടെ MC ആണ് ഒറ്റ വീശ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞെത്തി നമ്മുടെ ജോബിൽ. അപ്പോൾ ജോബിൽ മനസ്സിൽ ഇതത്ര സൂപ്പർ ഫാസ്റ്റ് സ്ട്രൈക്കോ വലിയ സോട്ട് ടെക്നിക്കോ അല്ല, ഇത് അൺനെസസറി മൂവ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത ഫാസ്റ്റും സിമ്പിളും ആയിട്ടുള്ള ഡൗൺവേർഡ് സ്ട്രൈക്കാണ്. നീ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. നീ പറയുന്നത് ഈ ആവശ്യമില്ലാത്ത ടെക്നിക്ക് എല്ലാം പഠിക്കുന്നതിന് പകരം ഞങ്ങളുടെ ബോഡി ട്രെയിൻ ചെയ്തിട്ട് അത് ഫൗണ്ടേഷൻ ആക്കി സോബ് സ്വിങ് ചെയ്യുകയാണ് അല്ലേ? അതും ശരിയാണ്. പക്ഷേ അതിന്റെ ഒപ്പം തന്നെ നിന്റെ എനിമീനെ ഒറ്റയടിക്ക് തോൽപ്പിക്കാനുള്ള മനസ്സുറപ്പും ആ റിസോൾവ് നിനക്ക് രണ്ടാമത്തെ പ്രാവശ്യം സോഡ് സ്വിങ് ചെയ്യേണ്ടവർ വരല്ലെന്നുള്ളത്. അതിന്റെ ഒപ്പം ഒറ്റ സ്ട്രൈക്ക് കില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീയും മരിക്കുമെന്നുള്ള മനസ്സുറപ്പും. അപ്പം ഇതിനു വേണ്ടിയല്ലേ അവൻ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ വിശ്വസിക്കും, അല്ലാതെയാണെങ്കിൽ ഇവർ വിശ്വസിക്കില്ലായിരുന്നു. ഇവരിത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ. പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് ഡിസിപ്ലിൻസ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫെറ്റിന്റെ സോട്ട് ടെക്നിക്ക് അല്ലേ ഉപയോഗിക്കേണ്ടത് എതിരാളികളെ തോൽപ്പിക്കാൻ? അപ്പോൾ നമ്മുടെ MC ചോദിക്കുന്നു, സിസ്-4 കോംബോ സോട്ട് ടെക്നിക്കിലെ ഫസ്റ്റ് മൂവ് എന്നാണ്. അത് ഡൗൺവേർഡ് സ്വിംഗ്. എന്നിട്ട് MC പറയുന്നു, ഈ സിസ്-4 കോംബോ സോട്ട് ടെക്നിക്കാണ് മോൺഹുയുടെ ബേസിക്സും ഫൗണ്ടേഷനും. മോൺഹുയുടെ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സിസ്-4 കോംബോയിലാണ്. പക്ഷേ ഇതുപോലും അറിയത്തില്ലാത്ത നിങ്ങളാണെങ്കിൽ ഫാളിംഗ് പെറ്റൽ സോഡും അൽസ മേജർ സ്റ്റെപ്പും യൂസ് ചെയ്യാൻ നോക്കുന്നു. ഇത് മനസ്സിൽ വെച്ചോ. ഈ സിസ്-4 കോംബോ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഇല്ലാത്ത ബിൽഡിംഗ് ചെറിയ കാറ്റിലും തകർന്നു പോകും. നമുക്ക് എല്ലാ സോട്ട് ടെക്നിക്കും സിസ്-4 കോംബോ ബേസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളെ ആദ്യം ഇത് പഠിക്കാം. അപ്പോൾ നമ്മുടെ ജോബിൽ അവിടുന്ന് പതി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി ഈ സിസ്-4 കോംബോയുടെ ഇമ്പോർട്ടൻസ്. പക്ഷേ ഞങ്ങൾ നിന്നെ പോലെയല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മാത്രമാണ് ഈ സിസ്-4 കോംബോ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പറയുന്നത് മണ്ടത്തരമാണെന്ന് അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഡിസ്റ്റന്റ് ഫ്യൂച്ചറിൽ കിട്ടുന്ന സ്ട്രെങ്ത് അല്ല, മറിച്ച് ഇപ്പോൾ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള സ്ട്രെങ്ത് ആണ്. അതുകൊണ്ട് നിന്നെത്തി ഞങ്ങൾ ചോദിക്കുകയാണ്, നീ പറഞ്ഞ പോലെ കേട്ടെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ നാണം കടില്ലേ? നമ്മുടെ MC ആണ് ജോഗുലിനെ നോക്കി. നമ്മുടെ ജോഗുലും പേടിച്ചിരിക്കുക. എന്നിട്ട് MC നിന്റെ തല ഇപ്പൊ തന്നെ പൊട്ടിക്കും. കാരണം നീ തോൽക്കുമെന്ന് നീ തന്നെ സമ്മതിച്ചു. അങ്ങനെയുള്ള ഒരാൾക്ക് ജീവിക്കാൻ ഒരു അവകാശമില്ല. മോഹ സെറ്റിലെ ഡിസിപ്ലിൻ അത്ര ധൈര്യം ഉണ്ടായിട്ടാണ് സാധാരണ സെറ്റിൽ പോലുള്ള ആൾക്കാരുടെ അടുത്ത് തോൽക്കാൻ. നേരത്തെ തന്നെ നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ വിജയിപ്പിക്കും. ഇവിടെ തോൽവിയില്ല, വിജയം മാത്രം. അതും എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണെങ്കിലും നിങ്ങൾ ജയിച്ചിരിക്കണം. നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഞാൻ മാറ്റിയെടുക്കും. അവരും പെട്ടെന്ന് നിന്നിട്ട് നിങ്ങളുടെ വാളെടുത്തോണ്ട് പോകാം. നമ്മൾ ഇപ്പൊ തന്നെ ആ 10,000 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഡിസിപ്ലിൻസ് എന്ത് 10,000? അപ്പൊ നിങ്ങൾ തോൽക്കുന്നതാണോ ഇപ്പോ കഷ്ടപ്പെടുന്നതാണോ നല്ലത്? അടുത്തത് കാണിക്കുന്ന പാസ്റ്റ് ആണ്. അവിടെ ഡിസിപ്ലിനെ എടുത്തില്ലെങ്കിൽ അവന്റെ ടെക്നിക്ക് എല്ലാം ഇങ്ങനെ പാസ് ചെയ്യും ഫ്യൂച്ചർ ജനറേഷന്. ശരിയാണ്, അവന്റെ ടെക്നിക്ക് എല്ലാം വളരെ പവർഫുൾ ആണ്. ഞാനും ഒരു മനുഷ്യനല്ലേ, സെറ്റിലറിനേക്കാളും ഉപരിയായിട്ട് ഇവിടെ അത്ര തെറ്റ് ചെയ്ത് വേറെ ആരും ഇല്ലല്ലോ അവന്റെ ഡിസിപ്ലിൻ ആകാൻ വേണ്ടി. അവൻ പറയുന്നത് ഒരാളെ നമ്മൾ നല്ലവരെ അടിച്ചു കഴിഞ്ഞാൽ അവർ പതിയെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തോളും. ഒരു ശരിയായ മൈൻഡുള്ള ഒരാളും അങ്ങനെ ചെയ്യത്തില്ല. ഒരു ടോറിസ്റ്റ് അങ്ങനെ പറയാനേ പാടില്ല. അപ്പോൾ നമ്മുടെ MC പുറകിൽ നിന്നിട്ട് നമ്മുടെ MC പറയുന്നു, സീനിയർ ബ്രദർ, ഞാൻ നിങ്ങളുടെ പുറകിലുണ്ടായിരുന്നു. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രസന്റിലേക്ക് വന്നിട്ട് MC ഇപ്പൊ അത് ഓർത്തിട്ട് ശരിക്കും ഒഫൻസീവായിട്ട് ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്താണ് കുഴപ്പം?
ഞാൻ നന്നായിട്ടല്ലേ അവരെ ട്രെയിൻ ചെയ്യുന്നത്. ഞാനൊരു കുട്ടീനെ നടക്കാൻ പഠിപ്പിക്കുന്ന പോലെയാണ് അവരെ ടീച്ച് ചെയ്യുന്നത്. ഇത് ചെറിയ വ്യത്യാസമുണ്ട്. അവരെ ഓരോ സ്റ്റെപ്പിലും പിടിച്ച് സഹായിക്കുമല്ല. കുറച്ചൊക്കെ സഫർ ചെയ്താൽ അവരും കാര്യങ്ങൾ പഠിക്കുള്ളൂ. ഞാൻ ഇല്ലാത്തപ്പോൾ തകർന്നു പോകുന്ന മോൺഹോ സെറ്റിന്റെ പ്രതാപം എനിക്ക് വേണ്ട. ഞാൻ ഇല്ലാത്തപ്പോഴും മോൺഹോ സെറ്റ് തുടർന്ന് പോകണം. ഇതെല്ലാം എനിക്കറിയാം. പക്ഷെ ഇത് സാധിച്ചെടുക്കുന്നത് അത്ര നിസ്സാരമല്ല. ഇവിടെ കാണിക്കാൻ നമ്മുടെ MC ആണ് വീണ്ടും ട്രെയിൻ ചെയ്യാൻ വേണ്ടി ആ മലയുടെ അവിടെ വന്നിരിക്കുന്നു. നമ്മുടെ MC അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് മനസ്സിൽ പറയുന്നു, അവള് വീണ്ടും ഇങ്ങോട്ട് വരില്ലായിരിക്കും. അവൾ എത്ര ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞാലും രാത്രി 1-നും 3-നും ഒന്നും ഇങ്ങോട്ട് വരില്ലായിരിക്കും. ഇതും പറഞ്ഞിട്ട് നമ്മുടെ MC ആണെങ്കിൽ സോർ എടുക്കുന്നു. എനിക്ക് പെട്ടെന്ന് സ്ട്രോങ്ങർ ആണ്. എന്റെ പാസ്റ്റ് ലൈഫിലെ സ്ട്രെങ്ത് മതിയാവില്ല. എനിക്ക് ആ സ്ട്രെങ്ത് കൊണ്ട് തന്നെ വലിയ ടീമിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. മറ്റുള്ളവരുടെ അറ്റാക്ക് മൂലം അവൻ എത്ര പരിക്കോ മടുത്തിട്ടോ ഇല്ലായിരുന്നെങ്കിൽ അവനെ എനിക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. എനിക്ക് അവനെ ഒറ്റയ്ക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വേറെ ആരും മരിക്കില്ലായിരുന്നു. സീനിയർ ബ്രദേഴ്സും ജൂനിയർ ബ്രദേഴ്സും എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചേനെ. ഹെവൻലി ടീമിനെ പോലെയുള്ള ഒരാൾ ഇനിയും വരില്ല എന്ന് ഒരു ഉറപ്പുമില്ല. ചിലപ്പോൾ അയാളെക്കാളും ശക്തരായ വേറെ ആൾക്കാർ വരും. അതിൽ നിന്നെല്ലാം എനിക്ക് മോൺഹോ സെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യണം. അതിന് ഞാൻ സ്ട്രോങ്ങർ ആകണം. അതും ലോകത്തിലെ എല്ലാവരെക്കാളും സ്ട്രോങ്ങർ. എന്റെ പാസ്റ്റ് ലൈഫിനെക്കാളും സ്ട്രോങ്ങർ. അതിന്റെ ഒപ്പം എമിലി ടീമിനെക്കാളും സ്ട്രോങ്ങർ. എമിലി ടീമൻ എനിക്ക് അറിയാവുന്നതെല്ലാം നശിപ്പിച്ചു. അയാളിപ്പോൾ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. എന്നിട്ട് MC മനസ്സിൽ ആലോചിക്കുന്നു. പക്ഷെ അവിടെ MC അറിയാത്ത കാര്യം എന്തെന്നാൽ നമ്മുടെ MC ട്രെയിൻ ചെയ്യുന്നതാണെങ്കിൽ ഒരാൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന്. അടുത്തത് MC മനസ്സിൽ ആലോചിക്കുകയാണ്, എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരു പുതിയ ലെവൽ അച്ചീവ് ചെയ്യുക പറയുന്നത് പുതിയ സോഡാട്ട് നിർമ്മിക്കുമെന്നാണ്. ഇത് അത്ര ഈസിയായ കാര്യമല്ല എന്നും പറഞ്ഞ് നമ്മൾ MC നേരെ നോക്കുമ്പോൾ ആ കഴിഞ്ഞ ദിവസം കണ്ട ഡിസിപ്പിൾ നമ്മുടെ MC നേരെ നോക്കിയിരിക്കുന്നു. MC ആണ് പേടിച്ച് ചാടി പുറകോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം കണ്ട പെൺകുട്ടിയല്ലേ, അവളുടെ പേരെന്തായിരുന്നു? യുസിയോ. പക്ഷെ അവൾ എങ്ങനെയാണ് പെട്ടെന്ന് എന്റെ അടുത്തെത്തിയത്? ഞാൻ ഡീപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുമായിരിക്കും. എന്നാലും എനിക്ക് വേറെ ആളുടെ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെയും അവൾ ഇങ്ങനെ തന്നെയായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ അവൾ എന്റെ ഫ്രണ്ടിൽ നിൽക്കുവാണ്. പക്ഷെ അവളുടെ പ്രസൻസ് എനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവൾക്ക് എന്താണ് കുഴപ്പം? ഇവള് സ്ട്രേഞ്ച് ആയിട്ടുള്ള എന്തെങ്കിലും സയൻസിന്റെ ആർട്ടോ വേറെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഞാൻ ഈ സിറ്റുവേഷൻ എങ്ങനെ മറികടക്കും? അവൾ എന്റെ ആ ട്രെയിനിങ് മൊത്തം കണ്ടുവന്നു. അപ്പം പ്ലംബ്ലോസം അവളെല്ലാം കണ്ടു. ഒന്നും അറിയാത്ത പോലെ നടിക്കാം എന്നും പറഞ്ഞാൽ നമ്മൾ MC വാളെടുക്കുന്നു. അപ്പൊ തന്നെ നമ്മൾ യൂസിയോടും വാളെടുത്ത് അറ്റാക്ക് ചെയ്യാൻ തയ്യാറാകുന്നു. നീ എന്നെ കൊല്ലാൻ പോവാണോ? എവിടെയും ഇല്ലാതാക്കാൻ വേണ്ടി? എന്നെ കൊല്ലാനോ? നിനക്ക് ഭ്രാന്താണോ? രണ്ടുപേരും അവിടെ സൈലന്റ് ആയിട്ട് നിന്നുപോയി. എന്നിട്ട് MC ഇത് മറികടക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. MC വാൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട്, എന്നാ ശരി ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോ. അപ്പം യൂസിയോ ഒരു മിനിറ്റ്. പക്ഷെ MC ആണ് അത് കേൾക്കാൻ നിൽക്കാതെ ഒറ്റ ചാട്ടത്തിൽ അങ്ങോട്ടും പോയി. പ്ലംബ്ലോസം ഇവിടെ MC ആണെങ്കിൽ മഴ അവിടെ താഴേക്ക് ഇറങ്ങി പോവാണ്. അവൾക്ക് എന്താണ് ഈ കുഴപ്പം? ഒരാൾ മാത്രമാണ് ഇത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ ആരും അവൾ പറയുന്നത് വിശ്വസിക്കില്ല. പക്ഷേ ഇത് കുറെ ആൾക്കാർ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അതിൽ ചിലവരാണെങ്കിലും വിശ്വസിച്ചു. എനിക്ക് കെയർഫുൾ ആയിട്ടിരിക്കണം. ആ ബാക്ക് ഡിസിപ്പിൾസ് വരുമ്പോൾ MC അവിടെ നിന്ന് പോകുന്നു. അതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാനുള്ളത്. അവര് വരുന്നതിന് മുമ്പ് ആദ്യം അത് ചെയ്തിട്ട് തിരിച്ച് മഹ്മൂലിലേക്ക് പോകാം. അടുത്തത് കാണിക്കുന്ന ഒരു സിറ്റിയാണ്. അവിടെ ഒരു ഇന്നിൽ നമ്മുടെ MC ഇരിക്കുന്നു. അവിടെ ഒരു ആൽക്കോളും കഴിച്ചോണ്ട് MC. ഇത് പെർഫെക്റ്റ് ആണ്. ശരി, ഇനി ഇത് നോക്കട്ടെ. ഇതാണ് ആ കേവിലെ ആൽക്കോൾ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലീഡർ എന്തായാലും എനിക്ക് സ്പെഷ്യൽ പ്രിവിലേജ് തന്നുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഞാൻ യൂസ് ചെയ്യണം. ഇത് ഭയങ്കര ചൊവ്വയാണല്ലോ. മോൺഹോ സെറ്റിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം നിയമങ്ങളൊക്കെ? അവർ ഒരു ആൽക്കോഹോൾ ഡ്രിങ്ക് ചെയ്യാൻ തന്നെ ഇത്ര പാടുപെടുത്തുന്നു. അവിടെ നമ്മുടെ MC ആണെങ്കിൽ സാസത്തിന്റെ വാക്കുകൾ ആലോചിക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞാൻ കുറച്ച് ഡിഫറെന്റ് ആണ് സീനിയർ ബ്രദർ. കാരണം ഞാൻ ഒരു 100 വർഷം ഓൾഡ് അല്ലേ. എന്നിട്ട് MC ആണ് ആൽക്കോഹോൾ അതിനെ കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയുന്നു, ഇതിന് പണ്ടത്തെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ. സീനിയർ ബ്രദറിൽ നിന്ന് ഒളിച്ച ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് കുറച്ച് ബെസ്റ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. MC അത് കുടിച്ചിട്ട് മനസ്സിൽ പറയാണ്, എനിക്ക് ഇത് എന്ത് പറ്റി? ഇതിപ്പോ ഇതിപ്പോ എന്നെ കാണുമായിരുന്നെങ്കിൽ പുള്ളി എന്നെ കളിയാക്കി കൊന്നേനെ. ഇത് കാണിക്കുന്നത് ആ ഇല്ലേക്ക് കുറച്ച് പേരെ കയറി വരുന്നു. അവർ പറയുന്നു, ഒടുവിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. മടുത്തു ആ ബീഗു പിൽസ് കഴിച്ചു. അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ വന്നേക്കുന്നത്. നമ്മളെ സീനിയേഴ്സിന് മനസ്സിലാകും കാര്യങ്ങളൊക്കെ. അപ്പം MC സീനിയർ സീനിയേഴ്സോ അവർ സെറ്റിന്റെ യൂണിഫോമിൽ ഇട്ടേക്കുന്നത് കണ്ടിട്ട് 30 വയസ്സെങ്ങാണ്ടുണ്ടെന്നാ തോന്നുന്നത്. അവര് ബാക്ക് ഡിസിപ്ലിൻസ് ആണോ? പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോകും. അവരുമായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ കുഴപ്പത്തിലാവും. അപ്പോൾ അവര് പറയുന്നു, ജൂനിയർ സിസ്റ്റർ ഇവിടെ പോയി? നമ്മൾ ഇവിടെ കാണുന്നല്ലേ പറഞ്ഞു. ചിലപ്പോൾ അവള് നേരത്തെ തന്നെ കയറി പോയി കാണും മഹുവിലേക്ക്. എന്നിട്ട് അവരാണെങ്കിൽ ആൽക്കഹോളും മീറ്റ്സ് എല്ലാം ഓർഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ MC പറയുന്നു, അവർ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ. എന്നിട്ട് അവർക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ട് ഇങ്ങനെയായിരുന്നു ആൽക്കഹോളൊക്കെ കുടിക്കാൻ വേണ്ടി. ഇതുപോലെ എന്റെ കാലത്ത് ഇങ്ങനെ ചെയ്ത് പിടിച്ചായിരുന്നെങ്കിൽ ഒരു വീക്ക് വെപ്പൻസ് ബിൽഡിംഗ് ഞാൻ കഴിയേണ്ടി വന്നേനെ. കണ്ടിട്ട് ആ നടക്കിരിക്കുന്നതിനാണെന്ന് തോന്നുന്നു ഏറ്റവും ഓൾഡസ്റ്റ്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരു സീനിയർ ബ്രദർ. ഇല്ല, ഞങ്ങളെല്ലാം നിങ്ങളുടെ ഫുഡ് സ്റ്റെപ്പ് ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. ഇത് കേട്ടിട്ട് പുള്ളി പറയുന്നു, അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് MC അയാളെ ആ സീനിയർ തന്നെ കണ്ടിട്ട് MC പറയുന്നു, അവനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ വാരിയേഴ്സിനെ പോലെ തന്നെ ഉണ്ട്. എന്നിട്ട് അവിടെ അവരുടെ ആ സംഭാഷണം തുറന്നു പോകും.
നമ്മൾ എന്തോരം സ്ട്രോങ് ആയി കാണും. നമ്മൾ ഇതുപോലെ തുറന്നു പോയി കഴിഞ്ഞാൽ ആ കോൺഫറൻസിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കാണാൻ പറ്റും അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ജൂനിയർ ബ്രദർ. ഈ സെറ്റ് വളരെ സ്ട്രോങ് ആണ്. അവർ 10 ഗ്രേഡ് സെറ്റിൽ ഒന്നാണ്. ശരിയാണ്, നമ്മൾ നേരത്തെ 10 ഗ്രേഡ് സെറ്റിൽ ഒന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരും നമ്മളുമായിട്ടുള്ള ഗ്യാപ്പ് വളരെ വലുതാണ്. അങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് അവർക്കറിയില്ല. നമ്മൾ കഴിഞ്ഞ കോൺഫറൻസിൽ തോറ്റു കാണും. പക്ഷേ അതിനർത്ഥം നമ്മൾ ഓരോമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ടെന്നല്ല. നമ്മളെല്ലാം നമ്മുടെ ഉറക്കം പോലും കളഞ്ഞ് നല്ലപോലെ ട്രെയിൻ ചെയ്തില്ലേ. അതുകൊണ്ട് തന്നെ ഈ ഹാർഡ് വർക്ക് നമ്മളെ ഒരിക്കലും ബിട്രേ ചെയ്യില്ല. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സദേൺ സെറ്റുമായിട്ടോ ഒപ്പത്തിനൊപ്പം ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സദേൺ സെറ്റുമായിട്ടോ അവർ നേരത്തെ സ്ട്രോങ്ങർ ആയിരിക്കും. ഇനിയും തൊട്ട് നമ്മളായിരിക്കും സ്ട്രോങ്. അങ്ങനെ നമ്മൾ ഒരു സദേൺ സെറ്റിനെ തന്നെ സർപ്രൈസ് ചെയ്യും. നമ്മുടെ സദേൺ സെറ്റിനെ തന്നെ തോൽപ്പിക്കും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ MC അവിടെ നിന്ന് ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ ഡിസിപ്പിൾസ് ആണെങ്കിൽ അവനെ നോക്കിയിരിക്കുന്നു MC-നെ. MC ആണെങ്കിൽ അപ്പൊ തന്നെ അവിടെ ആ വണ്ടങ്ങ് പറന്നു പോയോ. MC മനസ്സിൽ പറയുന്നു, അവനെ എന്റെ ആക്ടിങ് മനസ്സിലായി കാണുമായിരിക്കും. ഇത് പെർഫെക്റ്റ് ആയിരുന്നല്ലോ. MC-യോട് നിങ്ങൾ ആരാണ്? നിങ്ങളെ ഇതുവരെയായിട്ടും ഡിയോണിനെ കണ്ടിട്ടില്ലല്ലോ. കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ ഏത് സെറ്റിംഗ് ആണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ പേരും? അപ്പൊ MC അത് ഞാൻ പെട്ടു.